الله الرحمن الرحيم إن الشيطان لكم عدو فاتخذوه عدوا صدق الله مولانا الكريم. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയൊക്കെ എല്ലാവിധ ബലാവ് മുസീബത്തുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ഞാൻ ഓതി വെച്ച ആയത്ത് ഇന്ന ശൈത്വാനിലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് തന്നെ ഫത്തഖിദൂഹു അദുവ, അവനെ ശത്രുവായി തന്നെ നിങ്ങളും കാണണം, നിങ്ങളും പരിഗണിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് തആല പറയുന്നു. അപ്പോൾ ശത്രു ആര് എന്നത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ, ആധുനിക കേരളീയ സമൂഹത്തിലും ലോകത്തൊക്കെ ആരാണ് ശത്രു എന്നത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പം എല്ലാവരും നാസിലത്തിൻ്റെ കുനൂത്ത് ഓതുന്ന ആൾക്കാരാണ്. എന്തിനാണ് ഈ കുനൂത്ത് ഓതുന്നവർക്കും അറിയില്ല, ഓതാൻ പറഞ്ഞവർക്കും അറിയില്ല. ആർക്കെതിരിലാണ് കുനൂത്ത് ഓതുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കെതിരില്ലാന്നും അറിയില്ല. ഫർദ് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും ഒക്കെ കുനൂത്ത്, എല്ലാ നിസ്കാരത്തിലും ഇപ്പോൾ കുനൂത്ത് ഓതുന്നു കുറേ മനുഷ്യന്മാർ. അവരുടെ ഇഖ്ലാസ് നമ്മൾ നിഷേധിക്കണില്ല, പക്ഷെ ആർക്ക് എതിരില്ല ഈ കുനൂത്ത് ഓതുന്നു നോക്കണം. ഏതായാലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരിലല്ല, പിന്നെ ആർക്കും എതിരില്ല? അല്ലെങ്കിൽ പിന്നെ ഇറാനികൾക്ക് എതിരാവണം അല്ലേ? അപ്പം നമ്മുടെ ശത്രു ആരാണെന്ന് അറിയാത്തൊരവസ്ഥ മുസ്ലിങ്ങൾക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആരാണ് നമ്മുടെ ശത്രു? പരിശുദ്ധ ഖുർആൻ സർവ്വലോകത്തിനും സർവ്വകാലത്തിനും സർവ്വ സമൂഹത്തിനും മാർഗദർശനമാണെന്ന് എല്ലാവരും പ്രസംഗിക്കുന്ന പരിശുദ്ധ ഖുർആൻ കയ്യിലുണ്ടായിട്ട് നമ്മുടെ ശത്രു ആരെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര അപകടം ആലോചിച്ച്. എവിടെയും ശത്രുവാണ്, എവിടെയും ശത്രു ആരാന്ന് തിരിച്ചറിയാതെ മിത്രത്തെ ശത്രുവാക്കുന്ന ലോകത്താണ്. അതുകൊണ്ട് ഞാൻ അല്പം പറയട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായി തന്നെ അല്ലാഹു തആല പറയുന്നു, വല തജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു. സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളോട് ഏറ്റവും അശദ്ദന്നാസി അദാവത്തൻ, ഏറ്റവും ശക്തമായ ശത്രുതയുള്ള ആളുകൾ അൽ യഹൂദ വല്ലദീന അശ്റകൂ, ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു. ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളും. ജൂതന്മാർ പറഞ്ഞവരാരാ? അവരെ നമ്മളൊന്ന് മനസ്സിലാക്കണം. വലിയ മഹാന്മാരാണ്. സമസ്ഥാനൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ പാരമ്പര്യ സമസ്ഥാനൊക്കെ പറയില്ലേ, വലിയ പാരമ്പര്യമുള്ളവരാണ് ആര്? ഈ യഹൂദന്മാർ, യഹൂദികൾ എന്ന് പറഞ്ഞാൽ അവരാരാ? ബനി ഇസ്രായേലികൾ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ആരാ? യാക്കൂബ് നബിൻ്റെ മക്കൾ എന്നാ. യാക്കൂബ് നബി എന്താ പഴച്ച ആളാ? യാക്കൂബ് നബിൻ്റെ മക്കൾ ആരെങ്കിലും പഴച്ചതാ? പക്ഷെ ഖുർആനിൽ ഈ പറയുന്ന ബനി ഇസ്രായേലികൾ, ഇസ്രയേൽ സമൂഹം എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട വിഭാഗം എന്ന് ഖുർആൻ പറഞ്ഞ വിഭാഗമാണ് ഇവര്. അവരുടെ വാപ്പാര് നല്ലവരല്ലാഞ്ഞിട്ടല്ല, വാപ്പാന്റെ വാപ്പ നല്ലതല്ലാഞ്ഞിട്ടല്ല, അവര് ശരിയായൊരു ആദർശത്തിൽ അല്ലാതിരുന്നിട്ടില്ല. പിന്നെ എന്താ അവർക്ക് പറ്റിയത്? അത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല, ബനി ഇസ്രായേലികളിൽപ്പെട്ട യാക്കൂബ് നബിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട നിഷേധികളായ ആളുകൾ ശപിക്കപ്പെട്ടു. ആരാണ് അവർ ശപിച്ചത്? അലാ ലിസാനി ദാവൂദ, ദാവൂദ് നബിന്റെ നാവിലൂടെ ശപിക്കപ്പെട്ടവരാണ് അവര്. ഈസബിന് മറിയമ, ഈസാ നബിന്റെ നാവിലൂടെയും ശപിക്കപ്പെട്ടവരാണ്. എന്താണ് ഇവർ ശപിക്കപ്പെടാൻ കാരണം? അവരുടെ പൂർവ്വ പിതാക്കൾ നല്ലവരല്ലാഞ്ഞിട്ടല്ല, മുൻഗാമികൾ നല്ലവരല്ലാഞ്ഞിട്ടല്ല, അവർക്ക് നല്ല സംഘടനയോ നല്ല ആദർശബോധമോ ഉള്ള ഒരു പാരമ്പര്യമില്ലാഞ്ഞിട്ടല്ല. പിന്നെന്താ? പിന്നെ അവർക്ക് പറ്റിപ്പോയത് ഖുർആൻ തന്നെ പറയുന്നു, ദാലിക, അവരിങ്ങനെ ശപിക്കപ്പെട്ടവരാകാൻ കാരണം ബിമാ അസൗ വകാനൂ യഅ്തദൂൻ, അവരവരോട് കൽപ്പിക്കപ്പെട്ടതിൻ്റെ എതിര് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. കൽപ്പിക്കപ്പെട്ടതിൻ്റെ എതിര് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. വകാനൂ യഅ്തദൂൻ, അവർ അതിര് വിട്ട് കിടക്കുന്നവരായിരുന്നു. അള്ളാഹുവും റസൂലും നിശ്ചയിച്ച ഒരു അതിരുണ്ട്, ആ അതിര് അവർ പാലിക്കൂല. അവർക്ക് തോന്നിയതുപോലെ എന്തോ അവർ കാട്ടിക്കൂട്ടം. ആരാധനകളുടെ പേരില്, അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ പേരില്, അല്ലെങ്കിൽ കല്യാണത്തിന്റെ പേരിൽ, എന്തോ ആവട്ടെ, എന്തൊക്കെ തോന്നിയാസം ചെയ്യാൻ പറ്റുമോ അത്തരം തോന്നിയാസങ്ങളൊക്കെ അവർ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പറയാ, തറാ കസീറൻ മിൻഹും,
അവരിൽ അധികത്തെയും നബിയെ താങ്കൾക്ക് കാണാം യുസാരിഊന ഫിൽ ഇസ്മി വൽ ഉദ്വാനി, പാപങ്ങളിലേക്കാണ് അവർ പെട്ടെന്ന് എടുത്തു ചാടുക. നല്ലത് ചെയ്യാൻ അവർ മുന്നോട്ട് വരൂല, പാപങ്ങളിലേക്ക് അവർ എടുത്തു ചാടുന്നവരാണ്. വൽ ഉദ്വാനി, ശത്രുതയിലേക്ക്. കണ്ടില്ലേ, ഇപ്പോഴും ഇസ്രായേലികളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. മാറിയിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞത് ബനി ഇസ്രായേലികളെ പറ്റിയാണ്. അവരുടെ വാപ്പാര് വലിയ മഹാന്മാരാണ്, ഇബ്രാഹിം നബിന്റെ മക്കളാണ്, ഇസ്മായിൽ നബിന്റെ മക്കളാണ്, യാക്കൂബ് നബിന്റെ മക്കളാണ്, യൂസഫ് നബിന്റെ മക്കളാണെന്ന്, ഇസാഖ് നബിന്റെ മക്കളാണെന്നൊക്കെ പേരേ ഉള്ളൂ. പരമ്പര അങ്ങ് മാറിയപ്പോൾ എന്തായി? കുറച്ചു കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വക്കാനു എഴുത്തതൂൻ ബിമാസൗ വക്കാനു എഴുത്തതൂൻ. 1-2 ജനറേഷൻ അങ്ങോട്ട് മാറുമ്പോൾ എന്താവും? പിന്നെ അവർ തനി തോന്നിയാസികളും തമ്മാടികളും അവർക്ക് അറാമും അലാലൊന്നും ഇല്ലാത്തൊരു വിഭാഗമായി അവർ മാറുമ്പോഴാണ് അവർ ആ പാപികളായി തീരുന്നത്. അതാണ് ഇന്നും ബനി ഇസ്രായേലികൾക്കുള്ള ശാപം. പ്രവാചകന്മാരിലൂടെ കിട്ടിയ ശാപം നിലനിൽക്കുകയാണ്. കേട്ടില്ലേ? ഇപ്പൊ നമ്മളെ ലോകത്ത് പറയുന്ന എസ്റ്റീൻ ഫയൽ. എന്താ എസ്റ്റീൻ ഫയൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉള്ളത്? ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പോലുള്ള, ഇസ്രയേലിലെ പ്രധാനമന്ത്രിയെ പോലുള്ള, അല്ലെങ്കിൽ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകളൊക്കെ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോവുക. ഒരു ചങ്ങായി ആ ദ്വീപിൽ എന്താ ഉള്ളത്? 10-12 വയസ്സുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക. എന്നിട്ട് ആ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുക, ചാകണവരെ ബലാത്സംഗം ചെയ്യുക. മാത്രമല്ല, ഈ ഇങ്ങനെ പേടിച്ചിട്ട് ഈ ബലാത്സംഗം ചെയ്തിട്ടും മറ്റും ചാകാൻ പോണ നേരത്ത് അവരുടെ ശരീരത്തിൽ രക്തത്തിനൊരു മാറ്റം വരും അത്ര. അപ്പൊ ആ രക്തം കുത്തിയെടുത്തിട്ട് ശരീരത്തിൽ കയറ്റിയാൽ യുവത്വം നിലനിർത്താൻ പറ്റും അത്ര. കുട്ടി അതോടൊക്കെ ചാവും, ആ പെൺകുട്ടികൾ ചാവും. ആ രക്തം എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ സിനിമാ നടന്മാരും ഈ ട്രംപിനെ പോലത്തവരൊക്കെ രക്തത്തിൽ ശരീരത്തിൽ കയറ്റിയാൽ യുവത്വം നിലനിർത്താൻ വയസ്സാവൂലാന്ന്. അല്ല കാക്കട്ടെ. അതുകൊണ്ട് തീർന്നില്ല. ഇസ്രയേലിലെ ഒരു ശാസ്ത്രജ്ഞൻ നേരിട്ട് പറയുന്നത് യൂട്യൂബിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അയാൾ പറയുക, ആവശ്യമില്ലാത്ത കുട്ടികളെയൊക്കെ നമുക്ക് തിന്നൂടെ? മാതാപിതാക്കൾക്ക് ആവശ്യമില്ലാത്ത കുട്ടികള്, അവർക്ക് 2 കുട്ടികൾ മതി എന്ന് അവർ സമ്മതിച്ചു. 3-മതൊരു കുട്ടി ഉണ്ടായാൽ അതിന് തിന്നൂടെ? എത്തിനാ വെറുതെ കളയണത്? മനുഷ്യക്കുട്ടികളുടെ കാര്യം ഈ പറയണേ, ആട്ടിൻകുട്ടിയുടെ കാര്യമല്ല ഈ പറയണത്. മനുഷ്യക്കുട്ടികളെ തിന്നൂടെ? ജൂതശാസ്ത്രജ്ഞന്റെ വാദമാണ്. അപ്പൊ അവർ തിന്നുന്നുണ്ട്, മനുഷ്യക്കുട്ടികളെ തിന്നുന്നുണ്ട്. ഫലസ്തീനിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ കുട്ടികളെ പറ്റി വിവരമില്ല. വെറും 6 കൊല്ലത്തിന്റെ ഇടയിലോ മറ്റോ 84,000 പെൺകുട്ടികൾ ഇന്ത്യയിൽ കാണാതായിട്ടുണ്ട്. ആ കുട്ടികളെ പറ്റി ഒരു വിവരമില്ല. ആര് കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോയി, ശവം പോലും കിട്ടിയിട്ടില്ല. ഇത് ഇന്ത്യയിലും നടക്കുന്നുണ്ട്. നഴുതുമില്ല, അല്ല കാക്കട്ടെ. ഇതാണ് ലോകത്ത് ഇന്ന് നടക്കുന്ന തമ്മാടിത്തരങ്ങള്. ജൂതന്മാര് കാട്ടിക്കൂട്ടുന്ന ഇത്തരം തമ്മാടിത്തരങ്ങള്. ഇന്നൽ കാഫിരീന കാനൂലക്കും അതുവം മുബീന. ഇത്തരം പാപികളായ ഈ വിഭാഗത്തെ ശത്രുവായി തന്നെ നിങ്ങൾ കാണണം. ഇതാ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ആ ശത്രുവിനെ കണ്ടിട്ട് അവര് ശത്രു എന്നും പറഞ്ഞിരുന്നാ പോരാ, അവരെ ശരിയാക്കാൻ മസ്തത്തും നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ആയുധങ്ങൾ ഉണ്ടാക്കണം. ഇറാൻ ഉണ്ടാക്കിയ പോലെ മിസൈലുകളും യന്ത്രോപകരണങ്ങളും പട്ടാളത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തോക്കുകളും അതേപോലെ വിമാനങ്ങളും അന്തർവാഹിനികളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണ്ടാക്കണം. ഖുർആന്റെ കൽപ്പന അത്. മസ്തത്തും ഈ പാപികളെ ലോകത്ത് ഇല്ലാതാക്കാൻ നിങ്ങളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള ആയുധങ്ങളൊക്കെ നിങ്ങൾ സംഭരിച്ചു വെക്കണം. ഖൈലി, കുതിരപ്പടയും നിങ്ങളുടെ ശത്രുവിനെയും അള്ളാഹുവിന്റെ ശത്രുവിനെയും പേടിപ്പിക്കാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയോ, അത് അണുബോംബായാലും ആറ്റം ബോംബായാലും അതിലപ്പുറം വല്ലതും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞു. പക്ഷേ ആ ഖുർആൻ ഓതുന്ന ആളുകൾ ചെയ്ത പണി എന്താ? സൗദി അറേബ്യ ചെയ്ത പണി എന്താ? ഖത്തർ ചെയ്ത പണി എന്താ? അതേപോലെയുള്ള ബഹ്റൈൻ ചെയ്ത പണി എന്താ? ഇവരൊക്കെ ചെയ്ത പണി എന്താ? ഖുർആൻ ചെയ്യരുത് എന്ന് പറഞ്ഞത് അവർ ചെയ്തത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദു അദുവ്വി വഅദുവ്വക്കും, എന്റെയും നിങ്ങളുടെയും ശത്രുവിനെ പിടിച്ചിട്ട് നിങ്ങൾ ഔലിയാ രക്ഷിതാക്കളാക്കരുത്. അമേരിക്കയെ രക്ഷിതാക്കാക്കരുത്, ബ്രിട്ടനെ രക്ഷിതാവാക്കരുത്. അവർ നിങ്ങളുടെ ശത്രുവാണ്, പ്രഖ്യാപിത ശത്രുക്കളാണ്. അവരെ നിങ്ങൾ ഔലിയാക്കളാക്കരുത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, നിങ്ങൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കരുത്. പരിശുദ്ധ ഖുർആൻ, അത് ശാഫി മദ്ഹബല്ല.
ഇതെല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ആർക്കും ഇത് അല്ലാതായി പോയി എന്നതാണ് സമൂഹത്തിലെ അവസ്ഥ. ആർക്കും ഇത് ബാധകമല്ല. ഇപ്പൊ ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ല പേടി, ഇസ്ലാമിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, മുസ്ലിമീങ്ങളെ പരസ്പരം തല്ല, എങ്ങനെ മറ്റൊരു മുസ്ലിമിനെ നശിപ്പിക്കാൻ പറ്റുമോ നോക്കുക. ഇറാനിൽ കുറെ ഇറാനികൾ ഉണ്ടാക്കി. അപ്പൊ ഇറാനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും എല്ലാവർക്കും കൂടി ഇറാനെ ഇല്ലാതാക്കണം. അതിന് അമേരിക്ക വന്നാലും വിരോധമല്ല, ഇസ്രയേൽ വന്നാലും വിരോധമല്ല, ജൂതന്മാർ വന്നാലും വിരോധമല്ല, അതുപോലെയുള്ള ബഹുദൈവ വിശ്വാസികളൊക്കെ വന്നാലും വിരോധമല്ല. ശത്രു ആരാണ്? അറബികളുടെ പ്രഖ്യാപിത ശത്രു ഇപ്പൊ ഇറാനികളാണ്. അറബികളുടെ ശത്രു അതാണ്. അറബികൾക്ക് എന്താ പേടി? നമ്മക്കടക്കം. എന്തിനാ ഈ കുനൂത്ത്? ഖത്തറിലല്ലേ എൻ്റെ മക്കൾ, അവരുടെ കടയിലെങ്ങാനും ബോംബ് വീണാനോ, അവർ താമസിക്കണ റൂമിലെങ്ങാനും ബോംബ് വീണാലോ, ആ മിസൈൽ എൻ്റെ കുട്ടികൾക്ക് വല്ലതും പറ്റിയാലോ, അതിനാ നാസിലത്തിന്റെ കുനൂത്ത്. നിന്റെ കുട്ടിയാണോ വലുത്, നിന്റെ അള്ളാഹുവിന്റെ ദീനാണോ വലുത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കുട്ടികളല്ല ഇവിടെ വലുത്, അള്ളാഹുവിന്റെ ദീനാണ് വലുത്. അതുകൊണ്ട് തന്നെ അറബികൾക്ക് ഇപ്പൊ എന്തായി? ഇപ്പോ ഇറാനാണ് ഏറ്റവും വലിയ ശത്രു. അതുപോലെ കേരളത്തിലെ മുജാഹിദുകൾക്ക് പ്രഖ്യാപിത ശത്രുവാണ് ഇപ്പൊ ഇറാനികൾ. അവർ ഷിയാക്കളല്ലേ? പിന്നെ ഇസ്ലാമിന്റെ 110 വർഷം മുസ്ലിങ്ങളാണെന്നുള്ളിടത്തോളം പറയുന്ന കേട്ടാൽ ഇവരെല്ലാം തേഞ്ഞോര്. അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, ഒരു കയ്യിൽ ആകാശം ഒരു കയ്യിൽ ഭൂമി താങ്ങി പിടിച്ച് നിൽക്കുകയാണ് പറഞ്ഞ കുഫർ വിശ്വസിക്കുന്നവരാ വഹാബിയാണ്. എന്നിട്ട് അവരാ പറയുന്നത് ഷിയാക്കളെ കുറ്റം. ഷിയാക്കൾക്ക് എന്ത് കുറ്റാന്നുള്ള ആദ്യം പഠിച്ചിട്ട് വേണം. പോട്ടെ, പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. അപ്പൊ അറബികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ. മുജാഹിദീങ്ങൾക്ക് ഇവരോട് ഇറാനികളോട് പുച്ഛം എന്താ? അവര് നശിക്കണം, അവര് ഷിയാക്കളല്ലേ. സമസ്തക്കാർക്കോ നമ്മൾ ആലോചിക്കണല്ലേ നമ്മുടെയൊക്കെ ശത്രു ആരാണെന്ന്. സമസ്തന്റെ പ്രഖ്യാപിത ശത്രു ആരാ? 85ാം സമ്മേളനം, വാർഷിക സമ്മേളനം നടത്തിയ ആലപ്പുഴയിൽ. അതിന്റെ തലേന്ന് പത്രസമ്മേളനം നടത്തി. പത്രക്കാരോട് സമസ്തന്റെ നേതാക്കന്മാർ അന്ന് പറഞ്ഞത്, 15 കൊല്ലം മുമ്പ് പറഞ്ഞത്, മുഖ്യ ശത്രു AP വിഭാഗം സമസ്തയാണെന്ന്. അവരുടെ മുഖ്യ ശത്രു AP വിഭാഗം സമസ്ത. ഞാൻ പറഞ്ഞതല്ല, അവര് പത്രസമ്മേളനം നടത്തി പറഞ്ഞതാ. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ പത്രം, ആ വാർത്ത അച്ചടിച്ച് വന്ന പത്രം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ AP-ക്കാർക്ക് ആരാ ശത്രു? അവിടെ രസമുണ്ട് ശത്രു. അതിന് കാന്തപുരം പറഞ്ഞൊരു വാക്കുണ്ട്, അതുവ്യ ഹബീബ്. അവരുടെ ശത്രു ലീഗാണ്. ലീഗിന്റെ ശത്രു CPM ആണ്. അപ്പൊ CPM നമ്മുടെ ഹബീബാണ്. വേറെ ഇസ്ലാം ഒന്നും ഇവിടെ പ്രകടമല്ല. ഞാൻ പറഞ്ഞ വാക്കല്ല, അത് മൂപ്പര് തന്നെ പറഞ്ഞ വാക്കാ. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്ന ആളല്ല, ബഹുമാനിക്കുന്ന ആളാണ്. അതുകൊണ്ട് പറയാം, അതുവ്യ ഹബീബ് എന്ന മൂപ്പരുടെ തത്വം. നമ്മുടെ ശത്രുവാണ് ലീഗ്. ലീഗിന്റെ ശത്രു ആരാണ്? CPM ആണ്. അപ്പൊ CPM നമ്മുടെ ഹബീബാണ്. അപ്പൊ CPM നമ്മുടെ ആൾക്കാരാണ്. CPM-നെ നമ്മൾ സഹായിക്കണം. എന്തുകൊണ്ട്? ലീഗ് വിരോധത്തിന്റെ പേരിൽ. അങ്ങനെ AP വിഭാഗത്തിന്റെ നിലവാരം അതാണ്. ഇങ്ങനെ ഓരോരുത്തരെ പരിശോധിച്ച് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പരമാർത്ഥമാണിത്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ എന്താ ഉണ്ടായത്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യഫ്അൽഹു മിൻകും, നിങ്ങളിൽ ആരെങ്കിലും യഥാർത്ഥ ശത്രുക്കളല്ലാത്തവരെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് അവരോട് ശത്രുക്കളോട് മവദ്ദത്തും സ്നേഹവും പ്രകടിപ്പിച്ചാൽ ഫഖദ് ളല്ല സവാ അസ്സബീൽ. അല്ലാഹു തആല പറയുന്നു, അവർ സത്യദീനിൽ നിന്നും വളരെ അകന്നു പോയിരിക്കുന്നു, നേർമാർഗത്തിലല്ല. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അകന്നു പോയവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശത്രു ആരെന്ന് നമ്മൾ തീരുമാനിക്കണം. നമുക്കൊരു തീരുമാനം വേണം. നമ്മുടെ ശത്രു ആരാണ്? അള്ളാന്റെ റസൂലിന്റെ ശത്രു ആരാണോ അവരാണ് നമ്മുടെ ശത്രു. ഷിയാക്കൾ നമ്മുടെ ശത്രുവല്ല, വഹാബികൾ നമ്മുടെ ശത്രുവല്ല. നമ്മൾ ഖുത്ബയിൽ പറഞ്ഞില്ലേ അല്ലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളും മുഅ്മിനത്തുകളുമായിട്ട് ലോകത്ത് ആരൊക്കെണ്ടോ, അവർ ഷിയാക്കളാവട്ടെ, സുന്നികളാവട്ടെ, വഹാബികളാവട്ടെ, മൗദൂദികളാവട്ടെ, ആരായാലും വിരോധമല്ല. മുസ്ലിമാണോ? ഖിബിലയ്ക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നവരാണോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞവരാണോ? അവരെ പറ്റിയാണ് ആ പറഞ്ഞത്. അവർക്കൊക്കെ പുറത്തു കൊടുക്ക റബ്ബേ എന്ന് ദ്വാരക്കുന്നവരാ നമ്മൾ. നമുക്ക് അവരൊന്നും ശത്രുക്കളല്ല, അവരൊക്കെ മുസ്ലിങ്ങളാണ്. എന്നാ സുന്നി മുജാഹിദീങ്ങളെ നമ്മൾ എതിർക്കൂലേ? അത് ആശയപരമായിട്ടുള്ള എതിർപ്പാ. അവരെ ഇസ്ലാമെന്ന് നമ്മൾ പുറത്താക്കൂല. നമ്മൾ സുന്നികളാ, നമ്മളെന്ന് പറഞ്ഞാൽ സംസ്ഥാനക്കാര്. ബാക്കി ആർക്കും ഇത് ബാധകമല്ല. ഷറഉൽ അഖായിദയിൽ പറയുന്ന നിയമ, സുന്നത്ത് ജമാഅത്തിന്റെ നിയമം, അതിൽ പറയുന്നത് ലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ല,
കിബിലന്റെ അഹ്ലുകാരിൽ നിന്ന് ഒരാളെയും നമ്മൾ കാഫിർ എന്ന് പറയൂല. അപ്പൊ മുജാഹിദിനെ നമ്മൾ കാഫിർ പറയൂല. മുജാഹിദുകൾ കിഴക്കോട്ട് തിരിച്ച് നിസ്കരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് പറയും? അവർ കാഫിറാണ് നമ്മൾ പറയും. നമുക്ക് മടിയൊന്നുമില്ല. അപ്പോഴേ പറയൂ കിബിലന്റെ അഹ്ലുകാരൊക്കെ മുസ്ലിങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരാ അഹ്ലു സുന്നത്ത് വൽ ജമാഅ. ഇവർക്ക് അതിന് കഴിയോ? ഈ വിഭാഗത്തിന് കഴിയണില്ല. അവരൊക്കെ കാഫിറാ. അവർ അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ഒരു ഈക്കക്കാരൻ ദ്വാരക്കും അർത്ഥം എന്താ? അള്ളാഹുവെ ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രം നീ പുറത്തു തരണേ, എ പിക്കാർക്കും മുജാഹിദീങ്ങൾക്കും സംസ്ഥാനക്കാർക്കും ദക്ഷിണക്കാർക്കും ഒന്നും പുറത്തു കൊടുക്കല്ലേ എന്ന് അവരുദ്ദേശിക്കണേ. നമ്മളോ ഇവർക്കൊക്കെ പുറത്തു കൊടുക്കറപ്പേ എന്ന് നമ്മൾ വരക്കണേ. അവിടെ ഞാൻ സുന്നത്ത് ജമാഅത്ത് എന്താന്ന് പറയുന്നത്? അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം. അങ്ങനത്തെ ഒരു ഈമാൻ നമുക്ക് ഉണ്ടാവണം. വെറുതെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെ പിടിച്ച് ശത്രുക്കളാക്കരുത്. രാഷ്ട്രീയത്തിന്റെ പേരില്, വേറെ വല്ലതിന്റെ പേരില്, വോട്ടിന്റെ പേരില്, അല്ലെങ്കിൽ സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരില് നമ്മൾ ആരെയും കാഫിറാക്കാൻ നിൽക്കരുത്. വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹു താല സഹായിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹു താല ശക്തനും യോഗ്യനുമാണ്. അവന്റെ ആളുകളെ അവൻ സഹായിക്കും. അതിന് തോനെ ആള് വേണമെന്നൊന്നുമില്ല. മല പൊളിക്കാൻ മല പോലത്തെ ഉളിയും കൊണ്ട് ആരും പോക്കില്ലല്ലോ. ഇപ്പൊ അമേരിക്കനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? ചെറിയൊരു മല പോലത്തെ ഒന്നല്ലേ, എലി പോലത്തെ ഇറാനാ. 40-45 കൊല്ലം ഉപരോധത്തിൽ കിടന്ന് പട്ടിണി കിടന്ന് നട്ടം തിരിയുന്ന ആ ഇറാന്റെ ഉളി തടുക്കാൻ കഴിയാതെയാണ് ഇപ്പൊ ആര് പൊളിയണത്? അമേരിക്ക വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ അത് കാരണം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫഅയ്യദ്നല്ലദീന ആമനു അലാ അദുവ്വിഹിം. മുസ്ലിമീങ്ങളുടെ ഈ മുഅ്മിനീങ്ങളുടെ ശത്രുവിനെതിരിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ ശക്തിപ്പെടുത്തും. ഫഅസ്ബഹു ളാഹിരീൻ. അങ്ങനെ അവർ വിജയിക്കുക തന്നെ ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറും പേരിൽ മുസ്ലിങ്ങളായി ആയാൽ പോരാ. നമ്മൾ ആദർശപരമായി മുസ്ലിങ്ങളാണെങ്കിൽ ഒരു മുസ്ലിമിനോടും ഈ ശത്രുത നമുക്കുണ്ടാവാൻ പാടില്ല. ഒരു മുസ്ലിമിനെതിരിലും നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു മുഅ്മിനെതിരിലും നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിമിനെയും ചീത്ത പറയാൻ പാടില്ല. ഒരു മുഅ്മിനെയും നമ്മൾ ആക്ഷേപിക്കൂല. മറ്റു കാര്യങ്ങളൊക്കെ പറയും, മസലയൊക്കെ നമുക്ക് പറയാം. അത് ശരിയല്ല, ഇത് ശരിയല്ല, അങ്ങനെ ശരിയല്ല. ഇത് പറയാത്തതാണ് ഇപ്പൊ നമ്മളുടെ കുഴപ്പം. പറയുന്നില്ലല്ലോ. പറയുന്നുണ്ടോ? പറയുന്നില്ലല്ലോ. എവിടെ ചെന്നാലും ലോകത്ത് മുഴുവൻ അമ്റും ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞ പരിപാടി നടക്കണില്ല. ആ പരിപാടി തന്നെ ഇല്ല. ഇപ്പൊ ഉള്ള പള്ളികളിലൊക്കെ കാണുന്ന ഇവിടെ എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ പള്ളികളിലൊക്കെ പെണ്ണുങ്ങളുടെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ കഫൻ തുണി കാണുന്ന രൂപത്തിൽ കൊണ്ട് കടത്തിയിട്ട് മയ്യത്ത് നിസ്കരിക്കലാണ് പതിവ്. ഇവിടെ എങ്ങനെയാണ്? നമുക്ക് ആർക്കും ഓർമ്മല്ല, ആരും നോക്കിയിട്ടില്ല. മേലത്തെ മൂടി മാറ്റി വെക്കൂലേ പള്ളിനുള്ളിക്ക് വെക്കുമ്പോ? അപ്പൊ മയ്യത്തിനെ കാണൂലേ? കഫൻ തുണി കാണുമോ? കഫൻ തുണി കാണുമോ? അങ്ങനെയാണെങ്കിൽ പെണ്ണിന്റെ മയ്യത്ത് കാര്യത്തിൽ അങ്ങനെ നിസ്കരിക്കൽ തെറ്റാണ്. പെണ്ണിന്റെ തടി നമ്മ കാണാൻ പാടില്ല. അതിനാണ് കൂടാരം പറഞ്ഞൊന്ന് നമുക്ക് സുന്നത്താക്കിയിരിക്കുന്നത്. പാരമ്പര്യമായി വന്നുകൊണ്ട് എങ്ങനെ ഇപ്പൊ കറാഹത്ത് സുന്നത്ത് നമ്മൾ അങ്ങനെ ഒരു ഔദത്ത് ഉണ്ടാക്കുക എന്നുള്ള കിതാബിൽ വ്യക്തമായി പറയുന്നൊരു സുന്നത്താണ്. പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ വേണം? ഔദത്ത് വെക്കണം. ആണിന്റെ മയ്യത്തിനൊന്നും വേണ്ട. പലയിൽ വെച്ച് അങ്ങനെ ഏറ്റി കൊണ്ടുപോകുക, കയ്യിൽ താങ്ങി കൊണ്ടുപോകുക. പെണ്ണുങ്ങൾക്ക് മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മയ്യത്ത് കെട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മയ്യത്തിന്റെ അത് മറയ്ക്കാൻ ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് അല്പം ഈ തിരുവല്ലാമലിന്റെ അപ്പുറം അങ്ങോട്ട് കടന്നാൽ പെണ്ണിന്റെ മയ്യത്താണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ, പെണ്ണിന്റെ ആണ് ആണിന്റെ ആണെങ്കിലും ആ പായ് രണ്ടും നമ്മൾ കൂട്ടി തുന്നും. പ്ലാസ്റ്റിക്കിന്റെ ഒരു പായ ഉണ്ടാവുമല്ലോ, ആ പായ രണ്ടും കൂടി രണ്ട് തലയും കൂടി കൂട്ടിയിട്ട് മേലെ കൂടെ ഈർക്കിളി കൊണ്ട് ഇങ്ങനെ തുന്നി വെക്കും. അപ്പൊ എന്താവും? കാണൂല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ മൂടി എടുക്കാതെ തന്നെ വീണ്ടും മയ്യത്തേക്ക് ഇരിക്കാൻ പറ്റും. പെണ്ണിന്റെ ആണെങ്കിൽ. ആണിന്റെ ഈ പ്രശ്നമൊന്നുമില്ല, വെറുതെ കൊണ്ട് കടത്തി നിൽക്കരിക്കാം. ആ പെണ്ണിന്റെ മയ്യത്ത് അങ്ങനെ പറ്റൂല. ശക്തമായ സുന്നത്താണത്. ആ സുന്നത്തിന് എതിരെ ചെയ്യുമ്പോൾ മയ്യത്തിന്റെ ഷഖ്സിയത്ത് തിരിയുന്ന പറഞ്ഞു മനസ്സിലാണ്ട് നിങ്ങൾക്ക്. ഈ താത്ത എത്ര തടി ഉണ്ടായിരുന്നു എന്ന് മയ്യത്ത് നിൽക്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് കാണൂലേ? അത് പറ്റൂല, അത് തെറ്റാണ്. അത് നമുക്ക് കാണാൻ പറ്റൂല. പെണ്ണിന്റെ തടി അറിയാൻ പാടില്ല. അപ്പോൾ പെണ്ണിന്റെ തടി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പായ ഒന്നുകിൽ കൂട്ടിക്കെട്ടി വെക്കുക, പായ തുന്നി വെക്കുക, ഈർക്കിളി കൊണ്ടോ മറ്റോ. മനസ്സിലാണ്ടോ? അല്ലെങ്കിൽ എന്ത് ചെയ്യുക? മൂടി അതൊന്നും എടുക്കാതിരിക്കുക. ഇനി മൂടി എടുത്താൽ തന്നെ എന്ത് ചെയ്യുക? മയ്യത്തിന് കാണാത്ത വിധം അതിന്റെ മേലെ കൂടെ വല്ല തുണിയോ വല്ലതും ഇട്ടിട്ട് മൂടുക. അങ്ങനെയാലും മതി. മയ്യത്തിന്റെ തടി കാണരുത്. ഷഖ്സിയത്ത്, കിതാബിന്റെ ഇബാറത്ത് ഷഖ്സിയത്ത് കാണരുത് എന്നാ മഹല്ലിയിലൊക്കെ പറയുന്നത്.
അത് കാണാത്ത വിധം മറക്കണം. ഞാൻ ഇന്നാള് എൻ്റെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞല്ലോ, എൻ്റെ അമ്മാവൻ്റെ ഭാര്യൻ്റെ മയ്യത്ത് പെരുങ്ങോട്ടുകൃഷിയിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിങ്ങനെ തുറന്നുകൊണ്ടെന്ന് വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. ഇല്ലല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഫത്താവിയിലൊക്കെ വ്യക്തമായിട്ടുണ്ടല്ലോ, ഫത്താവിയിലൊക്കെ ഉണ്ട്. അങ്ങനെ പെണ്ണുങ്ങളുടെ മയ്യത്ത് കൊണ്ട് വെക്കലില്ല, ഇവിടെ വെക്കലില്ല എന്ന് എൻ്റെ ധാരണ. ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഞങ്ങൾ ഇതുവരെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് തോണിപ്പാടത്ത് തന്നെ പറയുന്നത്, തോണിപ്പാടത്തെ കഥ തന്നെ ഞാൻ പറയുന്നത്. തോണിപ്പാടത്തും അങ്ങനെ തന്നെയാണ്. അപ്പം ഇന്ന് കണ്ടപ്പോൾ മനസ്സിലായത് എനിക്ക്. ഇന്ന് ആണിൻ്റെ മയ്യത്താണ്, പെണ്ണിൻ്റെ അല്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇന്നും ആണിൻ്റെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചത്. ഇതുപോലെ തന്നെയായിരിക്കും അവർ പെണ്ണിൻ്റെയും കൊണ്ട് വെക്കണത്. അപ്പം അങ്ങനെയാ. ഞങ്ങളുടെ അവിടുത്തെ കണക്ക് പറയണ്ട. തോണിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് പാത്യോത അറിയണ മനുഷ്യന്മാരില്ല അവിടെ. പിന്നെ നിങ്ങൾ അതൊരു ഉദാഹരണമായി പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. ഒരാളെ തുറന്നു നിൽക്കരിക്കും, ഒരാളെ കിട്ടാണ്ട് കുടുങ്ങിയിരിക്കുക. ഞാനൊക്കെ അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ തോണിപ്പാടത്തിന് തെളിവ് പറയാൻ നിൽക്കുന്ന എത്തിനാ ഞാനതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മുഴുവൻ കാണുന്ന ഇത്തരം തെറ്റുകളാണ്. നമുക്കതാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അപ്പം നിങ്ങളൊരു മോലിയിൽ ഇറങ്ങിയിരിക്കുന്നതാ പറയാം. എത്തിനാ അപ്പം നമ്മളതിന് പുറത്തിറങ്ങുന്നത്? അതാ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ അടങ്ങി വന്ന് ജീവിച്ചാൽ ഈമാൻ രക്ഷപ്പെടുന്ന ഹദീസ് എപ്പോഴും പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഇതൊന്നും മനുഷ്യന്മാരോട് ഇപ്പോൾ പറയാൻ പാടില്ല. അതൊക്കെ ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോണ കാലം. ഇന്നിപ്പോൾ ഒരാൾ മൗലൂദ് കഴിഞ്ഞ്, ഒരു മൗലൂദ് ഉണ്ടായിരുന്നു, മൗലൂദ് കഴിഞ്ഞ് ഇറങ്ങിയ വഴിക്ക് എന്നോട് പള്ളിയിൽ മുഖ്യ ഉപദേശകരിൽ ഒരാൾ ചോദിച്ചു എന്നോട്, എന്താ നിന്നെ പള്ളിക്കൊന്നും കാണാത്തത് പറഞ്ഞു. നിങ്ങളൊന്ന് മൈക്ക് അലലാക്കിയില്ലേ, നാളെ TV അലലാക്കൂലേ, പിറ്റേന്ന് പെണ്ണുങ്ങളെയും കയറ്റൂലേ, ഇപ്പം തന്നെ വരാണ്ടായി എൻ്റെ പ്രശ്നം തീർന്നില്ലേ ചോദിച്ചു. ഉറക്കെ ഞാൻ അതുകൊണ്ടാണ് വരാത്ത. മുണ്ടില്ല, ഒരക്ഷരവും ഇല്ല. ഇന്നുണ്ടായതപ്പം അത്. ഇതാണിപ്പോൾ നമ്മുടെ നിലവാരം. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ ഒഴിഞ്ഞു മാറുകയെന്നല്ലാതെ എത്താപ്പന്മാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. അന്തല്ലാത്തവർ അതിന് നിൽക്കരുത്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അംറും ബിൽ മഅറൂഫ് ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത്തരം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലുകളിൽ ഒതുങ്ങുകയാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഞാൻ ചുരുക്കട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി മുസ്ലിമീങ്ങളാകുക. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നമ്മൾ പൂർണ്ണമായി മുസ്ലിങ്ങളാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരിക്കലും മുസ്ലിമിനെ ശത്രുവായി നമ്മൾ കാണരുത്. നമ്മളുടെ ശത്രു എപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ജൂതന്മാർ, കുഫാറുകൾ, അവർ നമ്മുടെ ശത്രുക്കളാണ്. അവരുടെ ശത്രുക്കൾ ആരൊക്കെ ഉണ്ടോ അവരോട് നമുക്ക് സ്നേഹം കാണിക്കേണ്ടത്. അല്ലാണ്ട് സൗദി അറേബ്യനെ സംരക്ഷിക്കുന്നത് അമേരിക്കയാണ്, അല്ലെങ്കിൽ ഖത്തറിനെ സംരക്ഷിക്കണം അമേരിക്കയാണെന്ന് പറഞ്ഞിട്ട് അമേരിക്കനോടാണ് നമ്മുടെ ഔലിയാക്കൾ, അമേരിക്കയാണ് നമ്മുടെ ഇഷ്ടക്കാരെന്ന് വന്നാൽ നമ്മൾ ഈമാൻ പഴിച്ചു പോകും. അതോടുകൂടി ശരിയായ മാർഗത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കും.